നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് വേൾഡ് ജോഗ്രഫിയാണ്. എന്താണ് വേൾഡ് ജോഗ്രഫി? വേൾഡ് ജോഗ്രഫിയില് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. വേൾഡ് ജോഗ്രഫിയിലെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? അമേരിക്കൻ വിപ്ലവം അല്ല. അപ്പൊ അതിനകത്ത് എന്തൊക്കെ പോയിന്റ്സ് ആണ് ബുക്കിലുള്ളത് എന്നുള്ളത് നോക്കാം. നമുക്ക് അതിൽ ബുക്കിലൊരു പോയിന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എന്നാൽ കുമാരനാശന്റെ ഉദ്ബോധനം എന്നൊരു കവിതയെ കുറിച്ച് പറയേണ്ടത്. അപ്പൊ ഉദ്ബോധനം എന്ന് പറഞ്ഞ കവിത ആര് എഴുതിയതാണ് എന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ആരാണ്? കുമാരനാശൻ. ഈ ബ്രീഫായിട്ട് നമുക്ക് പോയിന്റ്സ് നോക്കാം. ഇനി അമേരിക്കയിൽ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. 18-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു ഇത്. അപ്പൊ ഇത് ആരാണ് പറഞ്ഞത്? ജെയിംസ് ഓട്ടിസ് ആണ് ഇതിന്റെ രൂപം നൽകിയത്. ആരാണ്? ജെയിംസ് ഓട്ടിസ്. ഇനി അടുത്തത് പിന്നെ അടുത്തതാണ് അമേരിക്കയിലെ കോളനികളെ കുറിച്ച്. അതായത് അതായത് ബ്രിട്ടനിൽ നിന്ന് 13 കോളനികൾ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ താമസമാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെ കോളനികളാണെന്ന് നമുക്ക് നോക്കാം. 13 കോളനികളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ജോർജിയ, സൗത്ത് കരോലിന, നോർത്ത് കരോലിന. ഏതൊക്കെയാ? ജോർജിയ, സൗത്ത് കരോലിന, നോർത്ത് കരോലിന, മേരിലാൻഡ്, വെർജീനിയ, ഡെലാവെയർ, പെൻസിൽവാനിയ, ന്യൂ ജേഴ്സി, കണക്ടിക്കറ്റ്, റോഡ് ഐലൻഡ്, മസാച്ചു ഐലൻഡ്, ന്യൂ ഹാംബർ, ന്യൂയോർക്ക്. അപ്പൊ ഏതൊക്കെയാണ്? ജോർജിയ, സൗത്ത് കരോലിന, നോർത്ത് കരോലിന, വെർജീനിയ, മേരിലാൻഡ്, ഡെലാവെയർ, ന്യൂ ജേഴ്സി, കണക്ടിക്കറ്റ്, റോഡ് ഐലൻഡ്, മസാച്യുസെറ്റ്സ്, ന്യൂ ഹാംഷെയർ, ന്യൂയോർക്ക്, പെൻസിൽവാനിയ. അപ്പൊ അങ്ങനെ 13 കോളനികളാണ് എവിടേക്ക് താമസമാക്കിയത്? വടക്കേ അമേരിക്കയുടെ കിഴക്കേ തീരത്ത് താമസമാക്കിയത്. അപ്പൊ ഇനി അമേരിക്കയിൽ ആരാണ് അമേരിക്ക കണ്ടുപിടിച്ചത്? അതായത് ക്രിസ്റ്റഫർ കൊളംബസ് 1492 സ്പാനിഷ് നാവികനാണ്. അദ്ദേഹം ഇന്ത്യ തേടി ഇറങ്ങിയതാണ്. അങ്ങനെ അദ്ദേഹം എവിടെ എത്തി? അമേരിക്കയിലാണ് എത്തിപ്പെട്ടത് അല്ലെ. അപ്പൊ അദ്ദേഹം അവിടെ കണ്ട തദ്ദേശീയരെ ആരാണെന്ന് കരുതി? ഇന്ത്യക്കാരാണെന്ന് കരുതി അവരെ വിളിച്ച പേരാണ് റെഡ് ഇന്ത്യൻസ്. എന്താ വിളിച്ചത്? റെഡ് ഇന്ത്യൻസ്. അപ്പൊ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മെയ് ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിൽ എത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. അപ്പൊ അവിടെ കോളനികൾ ആദ്യമായി സ്ഥാപിച്ചത് ആരാണ്? ഇംഗ്ലണ്ടിലെ ആരുടെ മതപീഡന? രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് ഇങ്ങോട്ട് വടക്കേ അമേരിക്കയിൽ കുടിയേറി പാർത്തത്. അവർ ഏത് കപ്പലിലാണ് പോയത്? മെയ് ഫ്ലവർ എന്ന കപ്പലിലാണ് പോയത്. അപ്പൊ ഇവരെ എന്താണ് അറിയപ്പെടുന്നത്? തീർത്ഥാടക പിതാക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. അവിടുത്തെ തദ്ദേശീയവാദികളെ അറിയപ്പെടുന്ന പേരാണ് റെഡ് ഇന്ത്യൻസ്. ഇംഗ്ലണ്ടിൽ നിന്ന് അങ്ങോട്ട് കുടിയേറി പാർത്തവരെ അറിയുന്ന പേരാണ് തീർത്ഥാടക പിതാക്കൾ. പോയതാരാണ്? ആദ്യം അമേരിക്ക അവിടെ കണ്ടുപിടിച്ചത് ആരാണ്? സ്പാനിഷ് നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് കണ്ടുപിടിച്ചത് അല്ലെ. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അല്ലെ. അവരുടെ അവിടെ അപ്പൊ ഇങ്ങനെ യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ഓടിക്കപ്പെട്ടു. അതായത് ഈ ഉൾപ്രദേശങ്ങളിലേക്ക് പോകാൻ തുടങ്ങി. കാരണം പുറത്തുനിന്ന് ആളുകൾ വരാൻ തുടങ്ങിയായിരുന്നു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റും യൂറോപ്യന്മാർ കവർന്നു. അപ്പൊ യൂറോപ്യർ എന്ത് ചെയ്തു? അവിടെ മെല്ലെ മെല്ലെ അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി. ഇനി ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ വന്നിട്ട് ഇവരുടെ മേൽ കുറെ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങുന്നുണ്ട് ഒരുപാട് നിയമങ്ങൾ. അപ്പോൾ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം ആണ് മെർക്കന്റിലിസം എന്നറിയപ്പെടുന്നത്. അതായത് ഇംഗ്ലണ്ടിലുള്ള ആളുകളാണ് ഇവിടെ കോളനികൾ ഉണ്ടാക്കി, എന്നിട്ട് അവര് കുറച്ച് നിയമങ്ങൾ അവിടെ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ആ നിയമങ്ങളെ അറിയപ്പെടുന്ന പേരാണെന്ത്? മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. എന്താണ് അറിയപ്പെടുന്നത്? മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. എന്താണ്? കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. എന്നെങ്കിൽ കോളനികളിലേക്ക് സാധനം കൊണ്ടുപോവുക, അല്ലെങ്കിൽ എന്താവുക? കോളനികളിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് സാധനം കൊണ്ടുപോകുക. ഇത് എന്ത് തന്നെ ആയാലും കപ്പലായിരിക്കണം? ഇംഗ്ലീഷ് കപ്പലുകൾ ആയിരിക്കണം.
ഇനി അടുത്തതാണ് കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ. മെയിൻ ആയിട്ടുള്ള രേഖകളിലൊക്കെ എന്തുണ്ടായിരിക്കണം? ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം. ഇംഗ്ലണ്ടിന്റെ മുദ്ര അവിടെ പതിപ്പിച്ചിട്ടുണ്ടാവണം. എന്ത് കടലാസായാലും ഇംഗ്ലണ്ടിന്റെ മുദ്ര വേണം. പിന്നെ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്ത്, കോളനികളിലേക്ക് എന്താണ് ഇറക്കുമതി ചെയ്ത് എന്നുള്ളത് ഒരു അടിവരയിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റാണ്. തേയില, ഗ്ലാസ്, കടലാസ്, തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അപ്പൊ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ എന്താ? തേയില, ഗ്ലാസ്, കടലാസ്, തേയില, ഗ്ലാസ്, കടലാസ്, തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് എന്ത് കൊടുക്കണം? ഇറക്കുമതി ചുങ്കം നൽകിയിരിക്കണം. തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് എന്ത് കൊടുക്കണം? ഇറക്കുമതി ചുങ്കം നൽകിയിരിക്കണം. തേയില, ഗ്ലാസ്, കടലാസ്, തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം കൊടുത്തിരിക്കണം. ഈ കോളനികളിൽ ഉൽപ്പാദിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനികളിൽ എന്തൊക്കെയാ ഉൽപ്പാദിച്ചിരുന്നതെന്ന് ചോദിക്കാം. അപ്പൊ ഇറക്കുമതി ചെയ്ത സാധനം എന്താണ്? തേയില, ഗ്ലാസ്, കടലാസ് ആണ് ഇറക്കുമതി ചെയ്തത്. ഇനി കോളനികളിൽ ഉൽപ്പാദിച്ച സാധനം എന്താന്ന് ചോദിച്ചാൽ പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില. പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില. പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില എവിടെ നിർമ്മിച്ചതാണ്? കോളനികളിൽ നിർമ്മിച്ചതാണ്. എന്നിട്ട് അവരെങ്ങോട്ടേക്കാണ് കയറ്റി അയക്കുക? അത് കോളനികളിൽ നിർമ്മിച്ചാണെങ്കിൽ അവർ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കുവാൻ പാടുള്ളൂ എന്നതായിരുന്നു അവിടുത്തെ ഒരു നിയമം. പിന്നെ കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും ആര് നൽകണം? കോളനിക്കാർ നൽകണം. എങ്ങനെയാണ്? കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. ഇത്രയുമാണ് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. എന്ന് ജനറലി പറയുകയാണെങ്കിൽ കോളനികളിൽ നിന്നോ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഒന്ന് ആരെ കപ്പൽ ഉപയോഗിക്കണം? ഇംഗ്ലീഷ് കപ്പൽ യൂസ് ചെയ്യണം, അല്ലെ? പിന്നെ ഇവരുടെ കടലാസുകളിലൊക്കെ ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അന്ന് രണ്ടാമത്തെ കാര്യം. പിന്നെ എന്ത് ചെയ്യണം? കോളനികളിലേക്ക് എന്താണ് ഇറക്കുമതി ചെയ്യുന്നത്? എന്തൊക്കെയാണ്? തേയില, കാപ്പി, കടലാസ്. ഇതിൽ എന്ത് ഉണ്ടായിരിക്കണം? ഇറക്കുമതി ചുങ്കം നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. ഇനി കോളനികളിൽ എന്താണ് ഉൽപ്പാദിപ്പിച്ചത്? പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില. ഇത് എങ്ങോട്ടേ കയറ്റി അയക്കാൻ പാടുള്ളൂ? ഇംഗ്ലണ്ടിലേക്ക് കയറ്റി അയക്കാവൂ. പിന്നെ കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിലുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യവും ആര് നൽകണം? കോളനിക്കാർ നൽകണം. ഇത്രയുമായിരുന്നു എന്ത് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത്? ഇനി അടുത്തതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അടുത്തത് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ഒരു ഡേറ്റ് ആണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. എന്താണ്? ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ എന്തുണ്ടായി? ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തൊക്കെയായിരുന്നു കയറ്റുമതി ഇറക്കുമതി ചെയ്തിരുന്നത്? തേയില, ഗ്ലാസ്, കടലാസ്, അല്ലെ? തേയില, ഗ്ലാസ്, കടലാസ് ആ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ. അപ്പൊ തേയിലയുടെ മേൽ എന്താണ്? ഉയർന്ന നികുതി ഏർപ്പെടുത്തിയിരുന്നു, അല്ലെ? 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനെയാണ് എന്ത് പറയാ? ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പൊ ആദ്യം ഓർക്കേണ്ട കാര്യം, കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ എന്താണ്? തേയില, ഗ്ലാസ്, കടലാസ് ആണ് നമ്മൾ പഠിച്ചു. അപ്പൊ അതിൽ ഈ തേയിലയ്ക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തിയത് ആരെ ചൊടിപ്പിച്ചു? കോളനിയിലെ ഉള്ള ജനങ്ങളെ ചൊടിപ്പിച്ചു. അപ്പൊ അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, തേയിലയുമായി വരുന്ന കപ്പലിൽ റെഡ് ഇന്ത്യൻസിന്റെ വേഷം ധരിച്ച് കയറിയിട്ട് അതിലെ 342 പെട്ടി തേയില വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പൊ അത് എന്നാണ് നടന്നത്? 1773 ഡിസംബർ 16 നടന്നത്. ഇതിനെയാണ് എന്തറിയപ്പെടുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി. ഇനി ഒന്നും കൂടി ഞാൻ റിവിഷൻ ആയിട്ട് പറയാം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്ത സാധനമാണ് തേയില, ഗ്ലാസ്, കടലാസ്. കോളനികളിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കയറ്റുമതി ചെയ്ത സാധനമാണ് പഞ്ചസാര, കമ്പിളി, പരുത്തി. പഞ്ചസാര, കമ്പിളി, പരുത്തി, വേറെ എന്താ ഒരു സാധനം കൂടി ഉണ്ടല്ലോ, പുകയില.
ഇനി അടുത്തത്, ഇനി ഇമ്പോർട്ടന്റ് 2 ലോക്ക് പറയാം. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിനും സാധ്യമല്ല എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ ലോക്കാണ് പറഞ്ഞത്. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക്. പിന്നെ അടുത്തത് തോമസ് പെയിൻ. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര വടക്കേ അമേരിക്കയിലാണ് ഉദ്ദേശിക്കുന്നത് ദീർഘകാലം കീഴടക്കണമെന്ന് നടക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ഒരുപാട് കാലം കൈയടക്കി വെക്കുന്നത് എന്തിന് നിരക്കുന്നതല്ല എന്നാ പറഞ്ഞത്? യുക്തിക്ക് നിരക്കുന്നതല്ല. എന്താ പറഞ്ഞത്? യുക്തിക്ക് നിരക്കുന്നത് അല്ല. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇപ്പൊ ഈ ഒരു യുക്തിക്ക് നിരക്കുന്നതല്ല, യുക്തിക്ക് നിരക്കുന്നതല്ല ഏതമ്മ? വടക്കേ അമേരിക്ക. അപ്പൊ നമ്മൾ ഇനി അടുത്ത പോയിന്റ്സ് നോക്കുകയാണ്. ഇനി അടുത്തത് പറയുന്നതാണ്, ഇനി വൻകര ഒന്നാകെ സമ്മേളനിക്കുന്നു. അപ്പൊ ഇവരാകെ ഇംഗ്ലണ്ടിനെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവര് ഇംഗ്ലണ്ടിനെതിരെ തുനിയാൻ തീരുമാനിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു വർഷം പഠിച്ചു, 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. 342 വെട്ടി തേയിലയുമായിരുന്നു പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് എന്താണ്? 1774 ഫിലാഡൽഫിയയിൽ സമ്മേളനം. അതെന്തിനെതിരെയാണ്? മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. അപ്പൊ 13 കോളനി ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 12 കോളനികളാണ് 1774 സമ്മേളിക്കുന്നത്. ആർക്കെതിരെ തിരിയാനാണ്? മാതൃരാജ്യമായ ഇംഗ്ലണ്ടിനെതിരെ തിരിയാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഇതിന് എന്താണ് അറിയപ്പെടുന്നത്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. എന്താ അറിയപ്പെടുന്നത്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇനി അടുത്തത്, തുടർ വ്യവസായങ്ങളും വ്യാപാരവും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ടാണ്. അപ്പൊ അവർക്ക് മെയിൻ പ്രശ്നം എന്താണ്? നികുതി ചുമത്തുന്നതിനെതിരെയാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് അല്ലെ. അപ്പൊ അത് ഓർത്തിരിക്കണം. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774 എന്തിനെതിരെയായിരുന്നു അത്? നികുതി ചുമത്തുന്നതിനെതിരെ അല്ലെ. തേയില, ഗ്ലാസ്, കടലാസ് കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്താണ്. അതിൽ തേയിലയ്ക്ക് ഹൈ നികുതി കൊടുക്കേണ്ടി വന്നു. അതിനെതിരെ നടന്ന സമരമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഇനി ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ ജോർജിയ ഒഴികെയുള്ള 12 കോളനികൾ സമ്മേളിച്ചു. അവരുടെ സമ്മേളനം തന്നെ ഉദ്ദേശം എന്തായിരുന്നു? ഈ നികുതിക്കെതിരെയായിരുന്നു അവരുടെ സമ്മേളനം. ഇനി അടുത്തത്, അവരാർക്കാ നിവേദനം കൊടുത്ത്? ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം കൊടുത്താൽ. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. അപ്പൊ അങ്ങനെ സൈന്യത്തെ അയച്ചപ്പോ എന്ത് ചെയ്ത്? കോളനികളും ഇംഗ്ലണ്ടും തമ്മിൽ യുദ്ധം തുടങ്ങാനുള്ള ഒരു തീരുമാനമായി. ഇനി 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടണിന്റെ കോണ്ടിനെന്റൽ സൈന്യത്തിന് രണ്ടാമത്തെ കോൺഗ്രസ് എന്നാണ് ചേർന്നത്? 1775 ഫിലാഡൽഫിയയിലാണ് ചേർന്നത്. അപ്പൊ അതിനെന്താ അറിയപ്പെടുന്നത്? രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതില് അപ്പൊ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ജോർജ് വാഷിംഗ്ടണിനെ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തിരഞ്ഞെടുത്തു. അപ്പൊ ജോർജ് വാഷിംഗ്ടണിനെ ഇവരുടെ ഒരു നേതാവായിട്ട് ആരെ തെരഞ്ഞെടുത്തു? ജോർജ് വാഷിംഗ്ടണിനെ തെരഞ്ഞെടുത്തു. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ചേർന്നത് 1775. അപ്പൊ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിട്ട് ആരെ തെരഞ്ഞെടുത്തു? ജോർജ് വാഷിംഗ്ടണിനെ തെരഞ്ഞെടുത്തു. പിന്നെ ജോർജ് വാഷിംഗ്ടണിനെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. അപ്പൊ ഈ സമയം തോമസ് പെയിൻ തന്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖകളിലൂടെ ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കെതിരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചു. അപ്പം തോമസ് പെയിന്റെ ഒരു ബുക്കാണെന്ത്? തോമസ് പെയിന്റെ ഒരു ബുക്കാണെന്ത്? കോമൺ സെൻസ്. അതിൽ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? കോമൺ സെൻസ് എന്ന് പറഞ്ഞ ബുക്കിൽ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കയെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി എന്ന് പറഞ്ഞു. ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കയെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തി
ഇനി 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. 1776 ജൂലൈ 4 എന്ത് നടത്തി? സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒരു ഭാഗമാണ്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത്. അതായത് ആരൊക്കെയാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി എന്നുള്ള ചോദ്യം നമുക്ക് ചോദിക്കാം. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അപ്പൊ ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരാണ് എന്ത് തയ്യാറാക്കിയത്? സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. ഇനി മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും സംബന്ധിച്ച എന്തെല്ലാം കാര്യങ്ങൾ ഈ പ്രഖ്യാപനത്തിൽ നിന്നും കണ്ടെത്താം? എല്ലാ മനുഷ്യരും തുല്യരാണ്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ കാര്യം, സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. അതിൽ പറഞ്ഞ മെയിൻ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട്. ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഇവിടെ തന്നിട്ടുണ്ട്, നമുക്കതൊന്ന് ജസ്റ്റ് നോക്കാം. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സ്രഷ്ടാവ് എല്ലാവരെയും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ. അവയിൽ ഉൾപ്പെട്ടവയാണ് ഈ അവകാശങ്ങൾ. നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. എന്തെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്നു തലത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നതിനുള്ള അവകാശം ആർക്കുണ്ട്? ജനങ്ങൾക്ക് ഉണ്ട്. അപ്പം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഭരണകൂടമൊക്കെ അല്ലെ. അപ്പൊ അതിനെതിരെ എന്തുണ്ടാവാൻ പാടില്ല? ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തലത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നതിനുള്ള, അപ്പൊ ജനങ്ങളുടെ അവകാശത്തിന് ഇതായിട്ടുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള, അതിനെതിരെ നിൽക്കാനുള്ള അവകാശം ആർക്കുണ്ടെന്നാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടു കൂടി പറയുന്നത്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത്, സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. എന്നാണ് അവസാനിച്ചത്? 1781 അവസാനിച്ചു. 1783 പാരീസിലെ ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികൾ. 1783 പാരീസ് ഉടമ്പടി. എന്നാണ് 1783 പാരീസ് ഉടമ്പടി. അത് പ്രകാരം ഇംഗ്ലണ്ടിലെ 13 കോളനികൾക്ക് എന്ത് കൊടുത്തു? സ്വാതന്ത്ര്യം കൊടുത്തു. അങ്ങനെ 13 കോളനികൾക്ക് എന്ത് ലഭിച്ചു? സ്വാതന്ത്ര്യം ലഭിച്ചു. തുടർന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി. അപ്പൊ അമേരിക്കൻ ഭരണഘടന ആരാ തയ്യാറാക്കിയത്? ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ്. പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ആരാണ്? അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ആരാ തെരഞ്ഞെടുക്കപ്പെട്ടത്? ജോർജ് വാഷിംഗ്ടൺ. ആരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ. അപ്പൊ നമ്മൾ പഠിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കിപ്പോയത് അല്ലെ. ഇനി അടുത്തത്, പിൻകാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകിയിട്ടുണ്ട് എന്ത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ എന്ന ആശയം, എഴുതപ്പെട്ട ഭരണഘടന, റിപ്പബ്ലിക്കൻ ഭരണരീതി, ലോകത്തുള്ള ബാക്കിയുള്ള വിപ്ലവങ്ങൾക്കൊക്കെ ഒരു പ്രചോദനം എന്നിവ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് വന്നാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെയാണ്? ബോസ്റ്റൺ ടീ പാർട്ടി സമ്മേളനങ്ങളിലെ ഫിലാഡൽഫിയ സമ്മേളനങ്ങള്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ആരൊക്കെയായിരുന്നു? തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. പിന്നെ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഭരണഘടന തയ്യാറാക്കിയത് ആരായിരുന്നു? ജെയിംസ് മാഡിസൺ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് എന്താണ്? ഫ്രഞ്ച് വിപ്ലവമാണ് അടുത്തത് നോക്കാൻ പോകുന്നത്.